നെയ്ത്ത് തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് 5 മാസമായിരിക്കുന്നു. ഇവർക്ക് മാസാമാസം ലഭിച്ചിരുന്ന ഇൻസെന്റീവും മുടങ്ങിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷന് ലൈഫ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതും തിരിച്ചടിയാണ്. പ്രായാധിക്യമുള്ളവരും അസുഖബാധിതരുമെല്ലാം മണിക്കൂറുകളോളം ക്യൂ നിന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട സാഹചര്യമാണ് നിലവിൽ. എത്ര നാൾ കാത്തിരിക്കണം, എത്ര നാൾ വരി നിൽക്കണം പെൻഷൻ കിട്ടാൻ? നെയ്ത്ത് തൊഴിലാളികളുടെ ദുരിതത്തിലേക്കാണ് കൂത്താംപള്ളി എരവത്തൊടി കൈത്തറി സംഘത്തിൽ നിന്നും ജേസൺ ചാമോളപ്പിലുണ്ട്. ജേസൺ, കൂത്താംപള്ളി കൈത്തറി എല്ലാവർക്കും വലിയ താല്പര്യമുള്ള ഭംഗിയുള്ള കൈത്തറി വസ്ത്രങ്ങളാണ്. പക്ഷേ അവരുടെ ജീവിതം അത്രത്തോളം ഭംഗിയുള്ളതല്ല, ദുരിതം നിറഞ്ഞതാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. എത്ര മാസത്തെ പെൻഷനാണ് ഇവർക്ക് മുടങ്ങിയിരിക്കുന്നത്? എങ്ങനെയാണ് ഇവരുടെ ജീവിതം ജേസൺ? സ്മൃതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുത്താംപള്ളി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും ഒരു ആഘോഷത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രതിഫലനം വരും. പക്ഷേ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നാൽ അത്രയൊന്നും സന്തോഷം ഇവരിൽ കാണില്ല. നമുക്ക് തിരുവില്ലാമലയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ കുത്താംപള്ളി ഗ്രാമത്തിലേക്ക് കയറുകയാണ്. കുത്താംപള്ളി ഗ്രാമത്തിലേക്ക് കയറുന്നതോടുകൂടി കുത്താംപള്ളി സെൻറ്റർ എത്തുന്നത് വരെ പല വീടുകളും, ഇതിന് ചുറ്റും നിറയെ വീടുകളിലെല്ലാം കൈത്തറിയുടെ ശബ്ദം കേൾക്കാം. അവർ കൈത്തറിയുടെ ശബ്ദം, അവർ നെയ്തു കൂട്ടുന്ന വസ്ത്രം വളരെ സുന്ദരമാണെങ്കിലും അവരുടെ ജീവിതം അത്ര സുന്ദരമല്ല. ആ കാഴ്ചകളിലേക്കാണ് ആദ്യം നാം പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എരവത്തൊടി കൈത്തറി നെയ്ത്ത് സഹകരണ സംഘത്തിന് മുമ്പിലാണ്. 81 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കൈത്തറി സംഘമാണ്. ഇതിനകത്തേക്ക് കടന്നാൽ വയസ്സായി വളരെ ജീവിതത്തിൽ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നിരവധി മനുഷ്യരെ കാണാനാകും. അത്തരത്തിലുള്ള മനുഷ്യരുടെ രോദനങ്ങൾ നമുക്ക് കേൾക്കാനാകും. നാം ഈ ശബ്ദം നിലയ്ക്കാത്ത ശബ്ദമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. കൈത്തറി എത്രയോ ദിവസങ്ങൾ എടുത്താണ് അവർ കൈത്തറി നെയ്യുന്നതെന്ന് നമുക്ക് കാണാനാകും. ഇവരുടെ പ്രശ്നങ്ങളിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. ചേട്ടൻ്റെ പേരെന്താ? എത്ര വർഷമായി പണി? 40 വർഷമായില്ലേ ഇത് ഓടിക്കിട്ട്? ഈ സൊസൈറ്റിയിൽ തന്നെയായിരുന്നു? വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ ഒരു ദിവസം എത്ര ഇത് മുണ്ടൊക്കെ നെയ്ക്കാൻ പറ്റും? സാരി 2 മുണ്ട് ഒരു ദിവസം നെയ്യാൻ പറ്റും. എങ്ങനെയാണ് നിങ്ങളുടെ വേതനം കാര്യങ്ങളൊക്കെ? പൈസ, ശമ്പളം, ഇതൊക്കെ പണി കൂലി? ഈ പെൻഷൻ ഇപ്പോൾ എത്ര മാസമായിട്ട് കിട്ടിയത്? പെൻഡിങ് എത്രയുണ്ട്? ഈ എത്ര ഇതിന് മുന്നത്തെ മാസത്തെ പെൻഷൻ കിട്ടാറുണ്ട്? എത്ര മാസം കിട്ടാറുണ്ട്? 3 മാസത്തെ കിട്ടാറുണ്ട്. 3 മാസത്തെ കിട്ടാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻസെൻറ്റീവ് എന്തെങ്കിലും മുടങ്ങി കിടക്കുന്നുണ്ടോ? ഇൻസെൻറ്റീവ് ചേട്ടാ, ഇൻസെൻറ്റീവ് എന്തെങ്കിലും? മുടങ്ങി 5 കൊല്ലമായി. 5 കൊല്ലമായി ഇൻസെൻറ്റീവ്. അതായത് നമ്മുടെ ഗവൺമെൻറ് ഇതിന് മുമ്പ് ഇതായത് ഉമ്മൻചാണ്ടിയുള്ള സമയത്താണ് അത് തീരുമാനിച്ചത്. അതിന് ശേഷം ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു 2 മാസം 3 മാസം കിട്ടും, പിന്നെ കിട്ടിയിട്ടില്ല ഇൻസെൻറ്റീവ്. ഇൻസെൻറ്റീവ്. പെൻഷൻ എത്ര മാസം മുടങ്ങി? പെൻഷൻ 5 മാസം മുടങ്ങി കിടക്കും. നിങ്ങൾ ഇപ്പോൾ ഈ ഇത്രയും വർഷം, എത്ര വർഷമായി ചേട്ടാ? ഞാൻ 40 കൊല്ലമായി. ഇതുപോലെ ഒരുപാട് ആളുകൾ, എത്ര തൊഴിലാളികളുണ്ട് ഈ പരിസരത്ത്? കുത്താംപള്ളി, എരവത്തൊടി ഈ പരിസരമൊക്കെ? കുത്താംപള്ളിയിൽ അറിയില്ല, ഇത് എരവത്തൊടിയാണ്. എരവത്തൊടിയിൽ ഞങ്ങൾ മുമ്പ് ഒരു 1990-ലൊക്കെ ചുരുങ്ങിയത് ഒരു 600-650 തരികളുണ്ടായിരുന്നു നെയ്ത്ത്. ഇവിടെ ഈ സൊസൈറ്റിയിൽ മാത്രം ഈ 449-ൽ 300 തരികളുണ്ടായിരുന്നു. ഇപ്പോൾ മാക്സിമം 50 തരിയേ ഉള്ളൂ. ബാക്കി ഇപ്പോൾ പുതിയ തലമുറ നെയ്ത്തിന് വരുന്നില്ല. കാരണം ഇതിലൊന്നും കിട്ടണില്ല. വൈകുന്നേരം വരയ്ക്ക് നെയ്ത 2 മുണ്ട്, ഇല്ലെങ്കിൽ ഒരു ഡബിൾ 200 രൂപ കിട്ടും. അതിന് വീട്ടിലുള്ളവർ മെനക്കെട്ടാലേ ഇത് കിട്ടുന്നത്. അത് കാരണം ഞങ്ങൾക്ക് ഈ ഇങ്ങനെ വല്ല എന്തെങ്കിലും പെൻഷനോ ഇൻസെൻറ്റീവോ ഇങ്ങനെ വല്ലതും കിട്ടിയാലാണ് ഞങ്ങൾക്കുള്ളത്. അത് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര നേരം കിട്ടില്ല. ഇപ്പോൾ എത്ര പെൻഷൻ എത്രയായിരുന്നു? പെൻഷൻ 1600 രൂപ വെച്ച് ഇപ്പോൾ 5 മാസം കിട്ടും. 5 മാസം. പുറത്ത് കുത്താംപള്ളി എന്ന് നോക്കുമ്പോൾ ഭയങ്കര ആളുകൾക്ക് ഭയങ്കര ഒരു ആവേശമാണ്. ഇവിടെ നല്ല വസ്ത്രങ്ങൾ. പക്ഷേ നിങ്ങളുടെ ജീവിതം അത്ര സന്തോഷകരമല്ല. അല്ലല്ല, വസ്ത്രങ്ങൾ നെയ്യണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ നെയ്ത്തുണ്ടല്ലോ, ഈ നെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് വസ്ത്രങ്ങൾ ഏത് പ്രൊഡക്ഷൻ ആണെങ്കിലും നല്ല സൈസ് നെയ്യുമ്പോൾ അതിന് കൂലി അനുസരിച്ച് കിട്ടും. പക്ഷേ 4 ദിവസം 5 ദിവസം കൂടുമ്പോഴാണ് അതൊരു സാരി ആവണം. അതും ഇതേമാതിരിയുള്ള കണക്ക് തന്നെയാണ്. അവർക്കല്ല, നെയ്യുന്നവർക്ക് ഒന്നും കിട്ടുന്നില്ല. മെറ്റീരിയലൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്നത്? മെറ്റീരിയൽ ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. എല്ലാ സാധനവും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്. നൂല് പാവമൊക്കെ അവിടെ തന്നെ. ഇപ്പോൾ സ്മൃതി, നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ദയനീയമായ അവസ്ഥയാണ്. ഇപ്പോൾ പുതിയ തലമുറ ആരും
ഇത്തരം തൊഴിലിലേക്ക് വരുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം വളരെ തുച്ഛമായ തുകയാണ്. ചേട്ടൻ്റെ പേരെന്താ? രാമചന്ദ്രൻ. എത്ര വർഷമായി? ഞാൻ 43 കൊല്ലമായി നെയ്ത്ത് തുടങ്ങി. എങ്ങനെയാണ് നിങ്ങളുടെ പെൻഷൻ്റെ ഒക്കെ സ്ഥിതി എന്താ? പെൻഷൻ ഇപ്പോൾ കുറച്ച് ഡിലേ ആണ്, ഒരു 5 മാസത്തെ വരാണ്ട്. പിന്നെ എത്ര കിട്ടാണ്ട് ചേട്ടൻ? 2019 മുതൽ കിട്ടാണ്ട്. ചേട്ടൻ എത്ര വർഷമായി ഇവിടെ? ഇത് 1995 നവംബർ 25-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഞാനാണ് പ്രസിഡന്റ്. അതിനുശേഷം കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുതിയ തലമുറ ഒന്നും വരുന്നില്ല. അതിലേക്ക് വരുന്നില്ല. അപ്പോൾ അത് വന്നിട്ട് ഇതിൽ അവർക്ക് ക്ഷമ പോരാ. അവരൊന്നും ഇതിൽ നെയ്ത്തിന് വരില്ല, ആരും വരുന്നില്ല, വരുത്തിക്കില്ല. നമ്മുടെ മക്കൾ തന്നെ ഇതിൽ വരുന്നില്ല. പെൻഷൻ കിട്ടാത്തത് വലിയ പ്രശ്നമാണ്. പ്രശ്നം തന്നെയാണ്. പക്ഷേ അത് നമ്മളത് ഇത് കിട്ടിയിട്ട് മരുന്ന് വാങ്ങിക്കുന്നവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അത് കുറച്ചൊരു തന്നെയാണ്, അതിൽ മാറ്റം. ഒരുപാട് പാവപ്പെട്ട ആളുകൾ പണിയെടുക്കുന്ന മേഖലയാണ്. അതെ, തീർച്ചയായും. ഒരു 93-94 കാലഘട്ടത്തിലൊക്കെ 250-300 പേർ നെയ്തിട്ടുണ്ടായിരുന്നൊരു സ്ഥാപനമാണ്. ശരി ജേസൺ, നല്ല ക്ഷമയും ശ്രദ്ധയും വേണ്ട ജോലിയാണ്. പക്ഷേ പുതുതലമുറ ആരും ഈ ജോലിയിലേക്ക് വരുന്നില്ല. ഇവർ തന്നെ എത്രയോ മാസമായി, വർഷങ്ങളായി തന്നെ പെൻഷൻ കിട്ടാത്തവരും 5 മാസത്തിൻ്റെ കണക്ക് പറയുന്നവരും ഒക്കെയുണ്ട്. നെയ്ത്തു തൊഴിലാളികളുടെ ദുരിതത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്.